ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും വേദന തിങ്ങും വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. ആത്മാവുണരുന്ന നിമിഷം ആനന്ദദായക നിമിഷം കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയേഴും നല്ലും നിമിഷം ഇത് ആരാധനയുടെ നിമിഷം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം മേൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവ സ്വരമാണ് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം. യെശയ്യാ 58:11 എടുത്ത് വായിക്കാനായിട്ട് കർത്താവ് പറയുകയാണ്. അങ്ങനെ ഞാൻ എടുത്ത് വായിച്ചപ്പോൾ എന്നത് അത്ഭുതപ്പെടുത്തി. നമുക്ക് ആ വചനം തന്നെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. യെശയ്യാ 58:11 എല്ലാവരും ഏറ്റു പറയാം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മളൊരു കർത്താവ് ഒരു സന്ദേശം തന്നാൽ ആ സന്ദേശത്തിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മഹാത്ഭുതങ്ങളാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. അതാണ് ഈ ശുശ്രൂഷയുടെ പ്രത്യേകത. കർത്താവ് ഈ വചനം തന്നു, കണ്ടില്ലേ? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാവും, നിൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തും, നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നമ്മൾ. ഈ വാഗ്ദാനത്തിന് നമ്മൾ അർഹരായി തീരാൻ എന്താ ചെയ്യേണ്ടത്? ഈ വചനത്തിൻ്റെ തൊട്ട് മുൻവശത്തുള്ള അല്ലെങ്കിൽ തൊട്ട് മേൽഭാഗത്തുള്ള വചനഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എപ്പോഴാണ് ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയുക. അതാണ് അതിൻ്റെ ഹെഡിങ് തന്നെ. യെശയ്യാ 58 ഹെഡിങ് ഇങ്ങനെയാണ്: യഥാർത്ഥമായ ഉപവാസം. കണ്ടോ, ഉപവാസത്തിൻ്റെ പ്രാധാന്യം അവിടെ എഴുതി വച്ചിരിക്കുകയാണ്. നമ്മൾ പലരും ഉപവസിക്കുന്നവരാണ്. സ്നേഹമുള്ളവർ ഉപവസിക്കാത്തവരാണെങ്കിൽ ഉപവസിക്കാൻ നോക്കുക. ഡോക്ടേഴ്സ് പ്രത്യേകമായിട്ട് ഉപവസിക്കരുതെന്ന് പറഞ്ഞവർ ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ ചെയ്തോ. അല്ലാതെ സാധിക്കുന്നവരൊക്കെ ആ രീതിയിൽ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം വേണ്ടെന്ന് വെച്ച്, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഓരോരുത്തരുടെ കഴിവനുസരിച്ചും ആരോഗ്യം അനുസരിച്ചും ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്നത് വളരെ വളരെ നല്ലതാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇത് പറഞ്ഞേ ഹല്ലേലൂയാ. അത് നമുക്ക് ബൈബിൾ അടിസ്ഥാന പല സ്ഥലത്തും നമുക്കത് കാണാനായിട്ട് സാധിക്കും. നമുക്ക് എസ്രാ പ്രവാചകൻ്റെ പുസ്തകം 8-ാം അധ്യായം 21 മുതലുള്ള തിരുവചനം നമുക്കൊന്ന് വേണമെങ്കിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് ഏറ്റുപറയുക. 21 മുതലുള്ള തിരുവചനം ഏറ്റുപറയുന്നു: ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര സുഗമമാക്കുന്നതിനും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് അഹാവ നദീതീരത്ത് വെച്ച് ഞാനൊരു
ഉപവാസം പ്രഖ്യാപിച്ചു. വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, യാത്ര സുഗമമാകാൻ എസ്രാ പ്രവാചകൻ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. ആ പാരഗ്രാഫിന്റെ അവസാനം എഴുതി വച്ചിരിക്കുകയാണ്, അതിനാൽ ഞങ്ങൾ ഉപവസിച്ച് ദൈവത്തോട് യാചിക്കുകയും അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്തു. കണ്ടോ, വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയാ. ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ നമ്മളവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കുറേ കാലം കഴിഞ്ഞ് മോവാബ്യരും ആമ്യോന്യരും മെയ്യൂന്യരും ചേർന്ന് യഹോഷാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നു. ചിലർ വന്ന് യഹോഷാഫാത്തിനോട് പറഞ്ഞു, കടലിനക്കരെ ഏദോമിൽ നിന്ന് ഒരു വലിയ സൈന്യം നിനക്കെതിരെ യുദ്ധത്തിന് വരികയാണ്. വലിയൊരു സൈന്യം, 3 രാജ്യക്കാർ ഒരുമിച്ച് ഇസ്രായേൽ ജനത്തെ ആക്രമിക്കാൻ വരികയാണ്. അപ്പോൾ എന്താ ചെയ്തത് അവർ? 3-ാമത്തെ വാക്യം, അവൻ ഭയന്ന് കർത്താവിലേക്ക് തിരിയാൻ തീരുമാനിക്കുകയും യൂദായിലെങ്ങും ഉപവാസം പ്രഖ്യാപിക്കുകയും ചെയ്തു. അല്ലെന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. യൂദായിലെങ്ങും ഉപവാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് യുദ്ധത്തിന് പോയപ്പോഴോ ഈ 3 രാജ്യക്കാർ യുദ്ധം പോലും ചെയ്യേണ്ടി വന്നില്ല. അവർക്ക് വളരെ എളുപ്പത്തിൽ തോൽപ്പിക്കാനായിട്ട് സാധിക്കുകയാണ്. ആ സംഭവം നിങ്ങൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായം ഒന്ന് വായിക്കുക, നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഉപവാസത്തോടെയുള്ള സ്തുതിപ്പ്, ഉപവാസത്തോടെയുള്ള കുരിശിൻ്റെ വഴിയുള്ള പ്രാർത്ഥന, ഉപവാസത്തോടെയുള്ള എന്താ പറയുക ജപമാല ചൊല്ലിയുള്ള അഖണ്ഡ ജപമാല ചൊല്ലിയ പ്രാർത്ഥന, അങ്ങനെ ഉപവാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. അതുകൊണ്ടാണ് തോബിത്തിൻ്റെ പുസ്തകം 12:8 വിശുദ്ധ റാഫേൽ മാലാഖ തോബിത്തിനോടും തോബിയാസിനോടും പറയുകയാണ്, ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോടുകൂടെ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥന വളരെ നല്ലതാണ്. കണ്ടോ, ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന വളരെ വളരെ നല്ലതാണെന്ന് തോബിത്തിൻ്റെ പുസ്തകത്തിൽ ഈ റാഫേൽ ദൈവദൂതൻ വെളിപ്പെടുത്തുകയാണ്. അതുതന്നെ നമുക്ക് വീണ്ടും യോനാ പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. ഈ യോനാ പ്രവാചകൻ്റെ വാക്ക് കേട്ടിട്ട് നിനവേ നിവാസികൾ എന്ത് ചെയ്തു? അവരൊരു ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. കണ്ടോ, ആരൊക്കെ ഉപവാസത്തോടെ, ആ യഥാർത്ഥ ഉപവാസത്തോടെ പ്രാർത്ഥിച്ചോ, ആ പ്രാർത്ഥനയ്ക്കൊക്കെ ദൈവം ഉത്തരം തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടേക്ക് മഹാ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഉപവാസത്തോടെയുള്ള പ്രാർത്ഥന അത് നമ്മുടെ ശരീരത്തിനും നല്ലതാണ്, മനസ്സിനും നല്ലതാണ്, ആത്മാവിനും നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ എങ്ങനെ വേണം ഉപവസിക്കാൻ എന്നത് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുക. അതാണ് SC 58-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കാൻ പോവുക. എങ്ങനെ വേണം ഉപവസിക്കേണ്ടത്? വെറുപ്പും വിദ്വേഷവും വാശിയും വൈരാഗ്യമൊക്കെ വെച്ച് അങ്ങനെ ഉപവസിച്ചിട്ട് കാര്യമില്ല. ഒത്തിരി പാപം ചെയ്ത് ഉപവസിച്ചിട്ട് അതൊന്നല്ല ദൈവം ഉദ്ദേശിക്കുക. സ്വയം എളിമപ്പെടുത്തി നന്നായി കുമ്പസാരിച്ച് ഒരുങ്ങി തെറ്റുതിരുത്തി ദൈവം എന്ത് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതോ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് ഈ ദാനധർമ്മം ദശാംശമൊക്കെ കൊടുത്ത് പാവങ്ങളെ സഹായിച്ച് അങ്ങനെ ഒരു ഉപവാസത്തിൽ ഉണ്ടാകേണ്ട ഒരു ആത്മീയതയുണ്ട്. അതുപോലെ നീ ഉപവസിച്ച് നോക്കിക്കോ. അങ്ങനെ ഉപവസിക്കുമ്പോഴാണ് ഈ പറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകം കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നമുക്ക് സമൃദ്ധി ഉണ്ടാവും, നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തും. ഇങ്ങനെയുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുക. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏറ്റുപറയാൻ പോകുന്ന വചനഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58:3 മുതലുള്ള തിരുവചനം നമുക്ക് ഏറ്റ് പറയാം. എല്ലാവരും ഏറ്റു പറയുന്നു. ഞങ്ങൾ എന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ, ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങത് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത്. നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു. കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി കൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത്. നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല. ഇത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഒരു ദിവസത്തേക്ക് ഒരുവനെ എളിമപ്പെടുത്തുന്ന ഉപവാസം, ഞാങ്ങണ പോലെ തല കുനിക്കുന്നതും ചാക്ക് വിരിച്ച് ചാരവും
വിതറിക്കിടക്കുന്നതുമാണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസമെന്നും വിളിക്കുക. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവെക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും. നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക. വിശക്കുന്നവർക്ക് ഉദാരമായ ഭക്ഷണം കൊടുക്കുകയും പീഡിതർക്ക് സംതൃപ്തി നൽകുകയും ചെയ്താൽ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെയാകും. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. യഥാർത്ഥ ഉപവാസത്തിന്റെ അഭിഷേകം നിറയട്ടെ. ഉപവാസിച്ച് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. ബന്ധനങ്ങളും കെട്ടുകളും ഉപവസിച്ച് പ്രാർത്ഥിക്കും അഴിയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മരുഭൂമിയിലും സമൃദ്ധി ഉണ്ടാകട്ടെ. മരുഭൂമി ജീവിതം നയിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു കർത്താവേ. ഒത്തിരി തടസ്സങ്ങളോടെ അസ്വസ്ഥതയിലൂടെ വേദനയിലൂടെ കടന്നു പോകുന്നവരെ സമർപ്പിക്കുന്നു. മരുഭൂമിയിലും സമൃദ്ധി ഉണ്ടാകട്ടെ. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തില് നന്നായിട്ട് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അന്ധകാര ശക്തി ഉപവാസത്താനുള്ള മടി യേശുനാമത്തിൽ വിട്ടുപോട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ഈ ഗാന്ധടിച്ച് കരങ്ങളടിച്ചൊന്ന് പാടി ഈ ഗാന്ധന്റെ അഭിഷേകം ഈ വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും സമൃദ്ധി നൽകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. അധിക ബലം നിന്റെ അസ്ഥികൾ കേകും. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേനരുവി പോലെ. നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഒരിക്കലും പറ്റാത്ത തേൻ. കരങ്ങളുയർത്തി നീയായിത്തീരും. തേനരുവി പോലായിത്തീരും. നീയായിത്തീരും. തേനരുവി പോലെയായിത്തീരും. ശബ്ദമുയർത്തി എല്ലാവരും സ്തുതിച്ചോ. ഈ ഗാനത്തിന്റെ അഭിഷേകം ഈ വചനത്തിന്റെ അഭിഷേകം നിറയാൻ വേണ്ടി എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കുക. ഷിയാരി പുരുഷന്മാര് സ്ത്രീകൾ അവരുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് വേഗത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവേ പിതാവായ ദൈവം പുത്രനായ ദൈവം പരിശുദ്ധാത്മാവായ ദൈവമേ അമലോത്ഭവം അറിയുമേ മാലാഖമാര് മുഖ്യ ദൂതന്മാരെ സ്വർഗ്ഗത്തിലെ വിശുദ്ധരെ ഞങ്ങളിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ധാരക കാണുന്നത് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപത്രനെ സഹായിക്കണേ സംരക്ഷിക്കണേ വിശുദ്ധീകരണം രൂപാന്തരം തിരത്തത കഴിയണമേ. സകല ശുദ്രം മന്ത്രവാദ അഭിചാര കുടോത്രം വിശ്വാസ പൈശാച അകപ്പെട്ടുള്ള ബാധകൾ കൈവശങ്ങൾ ദൂരെയായിട്ടണമേ.
പാപകരമായ സകലത അസൂയ ചതി വന്ദന ഞങ്ങൾ നിന്നയിക്കുമായി വിട്ടുപോട്ടെ. സർവശക്തനായ ദൈവത്തിന്റെ സത്യ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാവിന്റെ സത്യരും അധിസ്ഥാനം നികാർ അപ്പായ ഗബ്രിയും മലമാടി സത്യമായ സാധാ സംരക്ഷത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിത്വത്തിലും സമയത്ത് എല്ലാ ധർമ്മങ്ങളും വെള്ളത്തിലോ ആയിലൂടെ വസ്തുക്കളിലും ഭക്ഷണം കടന്നു വന്ന മാനസികമോ ശാരീരിക ആത്മീയമല്ല മാനുഷികമോ പ്രാപഞ്ചം പൈശാചികമല്ല സകല ബന്ധനങ്ങളും 14 ലുക്ക 4 മർക്കോസ് 16 ഉദ്യോഗന 3 പിശാചിന്റെ പ്രവർത്തനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്ര മന്ത്രി പറഞ്ഞ സത്യ സകലവിധ പ്രകൃതിഷം ഇടിവിന്റെ ആശ്രയങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാസി വരാൻ തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ചെടിയ ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസതി സ്വയം പോക്കം സ്വർഗപോക്ക തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർഭൂതം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പന തടസ്സം യാത്ര തടസ്സം പഠനതടസ്സം കോടതി സാമ്പത്തികമുട്ട് കണ്ണുമുക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരികത്തിന്റെ ബാഹ്യം ചെറുതും രോഗപ്പെട്ടുള്ള അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജത്ത് ഒട്ടാവടി സ്വഭാവം വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കും സുതിച്ച് പ്രാർത്ഥിക്കും മരണം വായിക്കും ജപമാചരണ തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവികളുടെ ശുദ്ധിയുള്ള ആത്മകൾ അതിന്റെ പിന്നിപ്പത്തിൽ പൈശാചിക അരുവി അന്താശക്തി സാത്താശ ദുഷ്ടശക്തികളെ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുനാമത്തിൽ ഞാൻ ശാസിക്കുന്നു, യേശുനാഥ്യം ബന്ധിക്കുന്നു, യേശുനാഥ്യം ബഹിഷ്കരിക്കുന്നു, സ്വരകുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രോത്സാഹനം സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. 83 സംഗീതത്തിന്റെ അഭിഷേകം തരണമേ കർത്താവേ. ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ, ഇസ്രായേലിന്റെ വൈരികളെ നശിപ്പിക്കണമേ കർത്താവേ. ഇരു കരം ഉയർത്തുന്നു സ്തുതിച്ച് ഹാലൂലിയ 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 ശക്തമായ ഹല്ലേലൂയ പറഞ്ഞ് കരങ്ങളടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം വ്യാപരിക്കട്ടെ. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. ആരാധിച്ചാൽ വിടുതലുണ്ട്, ആശ്രയിച്ചാൽ കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി ശ്രവിച്ചാൽ കരങ്ങളെ ഉയർത്തിയടിച്ചേ. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയും, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. ഹല്ലേലൂയ 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 പാടി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇരുകരങ്ങളും ഉയർത്തി വിളിച്ച് എല്ലാവരും ശക്തമായി സ്തുതിച്ച സ്വതന്ത്രമായി സ്തുതിക്കുന്നു. യുവതി യുവാക്കന്മാര് കൊച്ചു കുട്ടികൾ എല്ലാവരും ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുക, ശിരിരി ഉപവസിക്കാൻ തീരുമാനമെടുത്ത് പ്രാർത്ഥിക്കുക, ഷിയാ റിയ 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 ത്യാഗത്തോടെ പ്രാർത്ഥിക്കുക, ഷിയാ റിയ റിയ വേദനയോടെ പ്രാർത്ഥിക്കുക, ശിരിരി എരിവോടെ പ്രാർത്ഥിക്കുക, ശിരിരി ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ആലുലിയ 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 പുണ്യപ്രവൃത്തികൾ ചെയ്യാൻ തീരുമാനം പ്രാർത്ഥിക്കും. ദാനധർമ്മം ദശാംശം കൊടുക്കാൻ തീരുമാനം പ്രാർത്ഥിക്കും. വിശുദ്ധിയോടെ പ്രാർത്ഥിക്കും. ആലുലിയ 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 യേശുവിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. സ്വസ്ഥാന്തരിതുകൊണ്ട് ശക്തമായി സ്തുതിക്കുക. ഹാലുലിയ 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 ഹാലുലിയ. വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കുന്നു. ഷിയ അറിയ 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 ശക്തമായി അറിയാവുന്ന പോലെ എല്ലാവരും ശ്രദ്ധിച്ചോളാം. ആലുലിയ 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 ആലുലിയ. 3 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ത്വക്ക് സംബന്ധമായ രോഗം കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഒരു ഭവനത്തിൽ നിന്ന് അതിഭയങ്കരമായ എലിശല്യം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. അരുൺ എന്ന മകനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന ഒരു വ്യക്തിയോട് കഴുത്തിൽ ഉത്തിരിയം ധരിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. പിതാക്കന്മാരോടും അച്ഛന്മാരോടും അതികഠിനമായ വെറുപ്പ് ദേഷ്യമുള്ള മക്കളെ കാണിക്കുന്നു. അനുദപിച്ച് കുമ്പസാരിച്ചില്ലെങ്കിൽ വലിയ സഹനം വരുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുന്നു. സിജോ എന്ന മകന്റെ ആസ്മാരോഗം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. രക്തത്തിൽ അണുബാധയുള്ള സിസിലി എന്ന മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ആമി എന്ന് വിളിപ്പേരുള്ള ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഗർഭിണിയായ ഒരു മകളുടെ നടുവേദന കർത്താവ് സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. കിഡ്നി മാറ്റിവെക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞൊരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വയറ്റിൽ വെള്ളം കിട്ടുന്ന അവസ്ഥയുള്ള ഒരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. സ്വന്തമായി വീടില്ലാതെ വിഷമിക്കുന്ന 2 കുടുംബങ്ങളിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. വായ്പുണ്ണുള്ളവർ പ്രാർത്ഥിക്കുക. വായ്പുണ്ണ് 4 പേർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു.
ശരീരം മുഴുവൻ നീര് വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലയിൽ നിറയെ താരം വന്ന് പൊറ്റ പോലെ ആയിരിക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ബാങ്ക് മാനേജറിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. 2 വയസ്സായിട്ടും സംസാരിച്ച് തുടങ്ങാത്ത ഒരു കുട്ടിയുടെ സംസാര തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. തലയിൽ നിറയെ സോറിയാസിസ് ഉള്ള വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ബീന എന്ന മകളുടെ തണ്ടല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സോണറ്റ് എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. കീമോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസർ രോഗിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. IVF ചെയ്യാനൊരുങ്ങുന്ന ദമ്പതികളോട് ചെയ്യരുതെന്ന് കർത്താവ് സന്ദേശം തരുന്നു. ഹാർട്ടിന് ഹോളുള്ള ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഫുഡ് അലർജി ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. ചില ഭക്ഷണങ്ങൾക്ക് അലർജി സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു വീട്ടിലേക്ക് വഴി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട തടസ്സം കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നു. കുടലിൽ തൊലി പോകുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഇടുപ്പലിന് പൊട്ടലുള്ള റാണി എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കിടപ്പ് രോഗികൾ ശക്തമായി പ്രാർത്ഥിക്കുക. ഈശോ ഇടപെടുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ. 2ാം വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. നടുവേദനയുള്ളവർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വൈദിക വിദ്യാർത്ഥിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ ചെവിയടപ്പ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും മസിൽ കയറി ശക്തമായ വേദന അനുഭവപ്പെടുന്ന ഒരാൾക്ക് സൗഖ്യം തരുന്നുണ്ട്. സ്വപ്നയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വയറ്റിലും മുഴയും ശക്തമായ വേദനയും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട്. അഞ്ചു എന്ന മകളെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശ്വാസമുട്ടുള്ള ഒരു കുട്ടിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. എപ്പോഴും മൂക്കടപ്പുള്ള ഒരു കുട്ടിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്ഥല വിൽപ്പന തടസ്സം 2 പേർക്ക് കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വിസ തടസ്സമുള്ളവരൊക്കെ പ്രാർത്ഥിക്കുക. വിസ തടസ്സം എടുത്തു മാറ്റുന്നുണ്ട്. എക്സാം എഴുതി ഉന്നത വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചു എക്സാമിൽ വിജയം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മോശം പോകുമ്പോൾ അതിശക്തമായ വേദന സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമിതമായി പെയിൻ കില്ലർ കഴിക്കുന്ന ഒരു വ്യക്തിയോട് നിയന്ത്രിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. ഒരു വ്യക്തിയുടെ പറമ്പിൽ നിന്നും കുരങ്ങിൻ്റെ ശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. വൈറൽ ഫീവറുള്ള ഒരാൾക്ക് കർത്താവ് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് ഈ സമയം അനുഗ്രഹിക്കുന്നുണ്ട്. ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. പോളണ്ടിൽ നഴ്സായി ജോലി ചെയ്യുന്ന ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വലിയ ആകുലതയിലായിരിക്കുന്ന നിശയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. പാറശാല എന്ന സ്ഥലത്ത് നിന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ആര്യ എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ഒരു ഗർഭസ്ഥ ശിശുവിനെയും അമ്മയെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എന്തോ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയെയാണ് കർത്താവ് ഈ സമയം സ്പർശിക്കുക. തൊണ്ട മുഴുവൻ ഇൻഫെക്ഷൻ വന്നിരിക്കുന്ന, എത്ര മരുന്ന് കഴിച്ചിട്ടും മാറാത്ത ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. രാത്രിയിൽ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്ന ശീലത്തിൽ നിന്ന് വിടുന്ന നൽകിയ ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായി ശ്രദ്ധിച്ചേൻ. ഹാലലിയ 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 പരിസ്ഥാത്മാവിന്റെ വിഷയം വ്യാപരിക്കട്ടെ വ്യാപരിക്കട്ടെ. ഹാലലിയ 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 ഹാലലിയ. എൻ്റെ പേര് അൽഫാൻസ. ഞാൻ തേഞ്ഞിപ്പാലം ഇടവക അംഗമാണ്. 1994 എനിക്ക് ദേഹമാസകലം ചൊറിഞ്ഞ് തടിക്കുകയും പെട്ടെന്ന് നീര് വെച്ച് വീർക്കുകയും ചെയ്തു. അങ്ങനെ എന്നെ മംഗലാപുരത്തുള്ള ഫാദർ മുള്ളേഴ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി. ഏകദേശം 28 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് അവിടെ നടത്തേണ്ടതായിട്ട് വന്നു. ദേഹം കണ്ടമാനം നീര് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ നടത്തി. 28 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരുവിധം സുഖമായി എന്ന് മാത്രമേ പറയാൻ സാധിച്ചുള്ളൂ. പിന്നീട് വന്ന എല്ലാ വർഷങ്ങളിലും ഈ അലർജി വീണ്ടും ഉണ്ടാവുകയും ദേഹം ചൊറിഞ്ഞു പൊട്ടുക, ഇടയ്ക്ക് ബ്ലഡ് വരിക, അങ്ങനെയുള്ള അസുഖങ്ങളാണ് ഉണ്ടായിരുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ചികിത്സകൾ മാറി മാറി ചെയ്തു. ആയുർവേദം ചെയ്തു, ഹോമിയോ, അലോപ്പതി, എല്ലാ ചികിത്സകളും മാറി മാറി നോക്കി. അങ്ങനെ ഞാൻ യഥാർത്ഥത്തിൽ കാസർഗോഡ് ജില്ലയിലുള്ള ആളാണ്. അതിനുശേഷം 2024 ഞാൻ ഇവിടത്തേക്ക് താമസം വരുന്നത്. അങ്ങനെയാണ് എൽറുഹായിൽ പരിചയപ്പെടുന്നത്. എൽറുഹായിൽ വന്നതിന് ശേഷം ഞാൻ അച്ഛൻ്റെ അടുത്ത് കഴിഞ്ഞ ഒരു ഏകദിനം കൂടാൻ വേണ്ടി ഒക്ടോബർ 31 വന്ന് അച്ഛനോട് പറഞ്ഞു, റാഫേൽ അച്ഛ, എനിക്ക് 30 വർഷമായുള്ള അലർജിയാണ്, ഇത് ഏത് മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇവിടുന്ന് വെഞ്ചരിച്ച് തരുന്ന ഒലിവ് ഓയിൽ കൊണ്ടുപോയി ദേഹം പുരട്ടുക, എന്നിട്ട് 33 വിശ്വാസ പ്രമാണവും ചെല്ലുക. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ അലർജി പൂർണ്ണമായി മാറി. 30 വർഷമായ എൻ്റെ അലർജി സുഖപ്പെട്ടിട്ട് ഇപ്പോൾ 2 മാസം പൂർത്തിയായി. അടുത്ത സാക്ഷ്യം പറയുന്നത്, ഞാൻ 2024 ഫെബ്രുവരി മാസം ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നു. ആ സമയത്ത് കൗൺസിലിങ്ങിന് പോയപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു, സഹോദരി, നിങ്ങളുടെ തൊണ്ട ഒന്ന് ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തൊണ്ടയ്ക്ക് അതുവരെ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടിരുന്നില്ല. എങ്കിലും ബ്രദർ പറഞ്ഞു,
എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിക്കണം, കോഴിക്കോട് നല്ല ഡോക്ടേഴ്സ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ നിർദ്ദേശം അനുസരിച്ചിട്ട് ഡോക്ടറെ കാണാൻ പോയി. അപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് സ്കാൻ ചെയ്ത് നോക്കണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോഴാണ് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് മൾട്ടി ഗോയിറ്ററാണ്, സാധാരണ ഗോയിറ്ററല്ല. വലതുഭാഗത്ത് വലിയൊരു തടിപ്പ്, അതിൻ്റെ മുകളിൽ 10 മുഴ, ഇടതുഭാഗത്ത് 8 മുഴ, സെൻറ്ററിൽ 5 മുഴ, അങ്ങനെ ഒരുപാട് മുഴകളായി ഉള്ള ഒരു മൾട്ടി ഗോയിറ്ററായിട്ടാണ് കണ്ടെത്തിയത്. അപ്പോൾ പിന്നെ ഡോക്ടർ പെട്ടെന്ന് തന്നെ സർജറിയാണ് നിർദ്ദേശിച്ചത്. അങ്ങനെ സർജറി ചെയ്തു. സർജറി ചെയ്യുന്നതിന് ഞാൻ ഏപ്രിൽ മാസവും മെയ് മാസവും ഇവിടെ വന്ന് എല്ലാ ഏകദിന കൺവെൻഷനിലും വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ പല പ്രാവശ്യവും എൻ്റെ പേര് അച്ഛൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഏകദിനത്തിൽ. പിന്നീട് സർജറി കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു 3-4 മാസം എടുക്കും എല്ലാം ഉണങ്ങി ആകാൻ വേണ്ടി. കാരണം ഇത് കീഹോൾ ചെയ്യാമെന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ രണ്ടാമത് സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ മേജർ സർജറി, ഓപ്പൺ സർജറി തന്നെ ചെയ്യേണ്ടതായിട്ട് വന്നു. 3-4 മാസം എടുക്കും എന്തായാലും സുഖപ്പെടാനെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. പക്ഷേ 4 മാസമല്ല 5 മാസം ആകാറായിട്ടും എനിക്ക് സർജറി ചെയ്ത ഭാഗത്ത് രാത്രിയിൽ ഭയങ്കര പനിയും സൂചി കൊണ്ട് കുത്തുന്നത് പോലെയുള്ള വേദനയും ആയിരുന്നു. അങ്ങനെ ഞാനത് ഒക്ടോബർ 31 വന്നപ്പോഴാണ് അച്ഛനോട് ഈ അലർജിയുടെ കാര്യവും സർജറിക്ക് ശേഷമുള്ള എൻ്റെ അസ്വസ്ഥതയും അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് വൈകുന്നേരത്തെ ശനിയാഴ്ചത്തെ ശാലോം ടി വിയിലുള്ള പരിപാടിയിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം അസ്വസ്ഥത അനുഭവിക്കുന്ന സഹോദരിയെ ദൈവം സുഖപ്പെടുത്തുന്നു. ഞാനാണെന്ന് ഉറച്ച് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഇതുവരെ അതിനുശേഷം ഒരു പനിയോ ആ സർജറി ചെയ്ത ഭാഗത്തൊരു വേദനയോ അനുഭവപ്പെടുന്നില്ല. ദൈവം എന്നെ പൂർണ്ണമായും സുഖപ്പെടുത്തി. എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച അച്ഛനും ഈ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എൽറുഹ ധ്യാന കേന്ദ്രത്തിൽ വന്നോ വോയിസ് മെസ്സേജ് അയച്ചോ സാക്ഷ്യപ്പെടുത്തണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. ഇവിടുന്ന് വിളിച്ചു പറഞ്ഞ അനുഗ്രഹങ്ങൾ മാത്രമല്ല, വിളിച്ചു പറഞ്ഞത് അനുഗ്രഹങ്ങൾ ഇത്രമാത്രം വരുന്നുണ്ടെങ്കിൽ വിളിച്ചു പറയാത്ത എത്രയോ അനുഗ്രഹങ്ങൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്ന ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ അത് വിളിച്ചു പറഞ്ഞതോ പറയാത്തതോ ആയിരിക്കട്ടെ, നിങ്ങൾ വിളിച്ചറിയിച്ച് ദൈവത്തെ മഹത്വം കൊടുക്കണം. എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കണം എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മയിലിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. അതുകൊണ്ട് സ്തുതിക്കുക. സ്നേഹമുള്ളവരെ, ഇവിടുത്തെ ശുശ്രൂഷ സമയത്തൊക്കെ സ്തുതിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശക്തമായി വാ തുറന്ന് എല്ലാവരും സ്തുതിച്ച് ശീലിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ഈ സമയം കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. ശക്തമായി സ്തുതിക്കുക. ചങ്കുപറ്റി വിളിച്ച ഈശോ, ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.